കോൺഗ്രസും CPIM-ഉം ഒന്നിച്ച് മുസ്ലിം ലീഗിനെ എതിരെ മത്സരിച്ച മലപ്പുറം പൊന്മുണ്ടത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിൽ 2 പേർ പങ്കിടും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് CPIM അവകാശവാദം ഉന്നയിച്ചു. പൊന്മുണ്ടം ജനകീയ മുന്നണി എന്ന പേരിൽ ഒന്നിച്ച് മത്സരിച്ച കോൺഗ്രസും CPIM-ഉം പഞ്ചായത്ത് ഭരണം പിടിച്ചിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, ഈ പൊന്മുണ്ടം എന്നുള്ള ഇടം ഇത്തരത്തിലേക്ക് ഒരു അപൂർവ കൂട്ടുകെട്ടിന്റെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയതാണ്. ഇപ്പോൾ അവിടെ ആരാകും പ്രസിഡന്റ് സ്ഥാനം പങ്കിടുക എന്നൊക്കെയുള്ളതിൽ തീരുമാനമായോ? അനുജ, അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പ്രതിഭാസമാണ് പൊന്മുണ്ടം പഞ്ചായത്ത് എന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ ഈ പൊന്മുണ്ടം പഞ്ചായത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളം ലീഗ് ഒറ്റയ്ക്ക് വരികയും കോൺഗ്രസും ലീഗും നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്ത പഞ്ചായത്തിൽ ഇത്തവണ CPM-ഉം കോൺഗ്രസും സഖ്യത്തിലായി ഒരു പ്രത്യേക സംവിധാനം എന്ന രീതിയിൽ പൊന്മുണ്ടം ജനകീയ മുന്നണി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. 18 സീറ്റിൽ 14 സീറ്റിലും ഈ പറയുന്ന ജനകീയ മുന്നണി വിജയിക്കുകയുണ്ടായി. 10 സീറ്റിൽ കോൺഗ്രസും 3 സീറ്റിൽ CPM-ന്റെ സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ ഭരിച്ച ലീഗിന് 4 സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് മത്സരിച്ചതെങ്കിലും കോൺഗ്രസിന്റെ തന്നെ 2 മുതിർന്ന നേതാക്കൾ 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം പങ്കിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആർ കോമുക്കുട്ടി നേരത്തെ 2005-2010 കാലയളവിൽ പൊന്മുണ്ടം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഇത്തവണ ആദ്യത്തെ 2.5 വർഷക്കാലം പ്രസിഡന്റാവും. പിന്നീട് ഹൈദ്രോസ് മാസ്റ്റർ DCC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമായിരിക്കും പിന്നീടുള്ള അവസാനത്തെ 2.5 വർഷക്കാലം പൊന്മുണ്ടം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM-ന്റെ നോമിനിയായിട്ടുള്ള സജിഷ കോടിയേരിയുടെ പേര് അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ്. CPM-ന്റെ ലേബലിൽ 3 പേരായിരുന്നു പൊന്മുണ്ടം പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്നൊരു അവകാശവാദം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സജിത കോടിയേരിയുടെ പേരാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിൽ തന്നെ മറ്റൊരു പേര് അസ്മാബി പരേഡത്തായിരിക്കണം വൈസ് പ്രസിഡന്റ് എന്നൊരു അവകാശവാദം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് പ്രത്യേക പ്രതിഭാസം എന്ന് സാദിഖ് അലി തങ്ങൾ വിശേഷിപ്പിച്ച സ്ഥലത്ത് കോൺഗ്രസിന്റെയും CPM-ന്റെ നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം പങ്കിടുമോ എന്നൊരു കൗതുകം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രസിഡന്റിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയായിരിക്കും 2.5 വർഷം വീതം ഭരിക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലാണ് ഒരു അനിശ്ചിതത്വം ബാക്കിയുള്ളത്. അതിനായിട്ട് CPM-ന്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ CPM-ന്റെ ലേബലിൽ മത്സരിച്ചുള്ള സജിഷ കോടിയേരിയുടെ പേരുമായിട്ട് CPM നേതൃത്വം രംഗത്ത് വരുന്നു. എന്നാൽ അസ്മാബി പരേഡത്തിന്റെ പേര് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.